ശരിയായിരിക്കും, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ആയിരിക്കും, പക്ഷെ അതിനകത്ത് കൂടുതൽ മിൽക്കും കൂടുതൽ മധുരവും വരും. അത് ഒരു പക്ഷേ പ്രമേഹ രോഗിക്ക് സേഫ് ആയിരിക്കില്ല. ഡാർക്ക് ചോക്ലേറ്റ്സ് അത് ചോക്ലേറ്റ് ആണ്, എന്നാലും ഡാർക്ക് ചോക്ലേറ്റ്സ് ഡയബറ്റീസിന് നല്ലതാണെന്നൊരു പൊതുവെ ഒരു സംസാരമുണ്ട്. അത് നല്ലതാണോ? തീർച്ചയായിട്ടും. ബിക്കോസ് ഈ ഡാർക്ക് ചോക്ലേറ്റിനകത്ത്, ഈ കൊക്കോ സീഡിനകത്ത് അല്ലെങ്കിൽ കൊക്കോനകത്ത് ധാരാളം ഫ്ലാവനോയിഡ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ രക്തധമനികളെ വികസിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും, ഹൃദ്രോഗം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഒറ്റൊരു ഇതുള്ളൂ, ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൊക്കോ അല്ലെങ്കിൽ കൊക്കോ വിത്ത് മിൽക്ക്, വിത്ത് ഷുഗർ, വിത്ത് ലോട്ട് ഓഫ് ഷുഗർ. അപ്പോൾ നമുക്ക് വേണ്ടത് കൂടുതലും ബിറ്റർ ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊക്കോ കണ്ടൻറ്റ് ഒരു 70-80%, മിൽക്ക് കണ്ടൻറ്റ് കുറവും, അതിൻ്റെ ഷുഗർ കണ്ടൻറ്റ് കുറവും. നമ്മളെപ്പോഴും കൊക്കോ കണ്ടൻറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷുഗർ കണ്ടൻറ്റ് കുറയും, മിൽക്ക് കണ്ടൻറ്റ് കുറയും. അപ്പോൾ എത്രത്തോളം കൊക്കോ കൂടുന്നു അത് പ്രമേഹ രോഗിക്ക് ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പം മാർക്കറ്റിൽ പലതരം ചോക്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ ലേബിൾ നോക്കിയിട്ട് ഈ കൊക്കോ അല്ലെങ്കിൽ കൊക്കോവ എന്ന് പറയും. ഈ കൊക്കോവ എന്ന് പറയുന്നത് ഈ സീഡിൻ്റെ ഏറ്റവും ഒറിജിനൽ ഫോമിലാണ് കൊക്കോവ എന്ന് പറയുന്നത്. ഈ കൊക്കോവ അല്ലെങ്കിൽ കൊക്കോ ഒരു 70% മുകളിലെങ്കിലും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പ്രമേഹ രോഗിക്ക് സേഫ് ആയിരിക്കുള്ളൂ. അതിൻ്റെ താഴെയാണെങ്കിൽ ശരിയായിരിക്കും, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ആയിരിക്കും, പക്ഷെ അതിനകത്ത് കൂടുതൽ മിൽക്കും കൂടുതൽ മധുരവും വരും. അത് ഒരു പക്ഷേ പ്രമേഹ രോഗിക്ക് സേഫ് ആയിരിക്കില്ല.